നമസ്കാരം. രാഷ്ട്രീയക്കാരുടെ നെറുകേടുകളൊക്കെ കണ്ട് പൊറുതി കൊട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് കൂത്തുപറമ്പ് MLA ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ലോക് താന്ത്രിക് ജനതാ ദൾ എന്നൊക്കെയാണ്. ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDFിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മുന്നണി മാറുന്ന ഒരു പാർട്ടിയുടെ MLA ആയിരിക്കുന്ന KP മോഹനൻ എന്ന വ്യക്തി ഇന്ന് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോകുന്നു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി ഒറ്റയ്ക്ക് നേരെ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അങ്ങനെ നടന്നു കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ അദ്ദേഹം ആൾക്കാരെയൊക്കെ നിയന്ത്രിച്ച് അവരെയൊക്കെ മാറ്റിവിടും, അങ്ങ് കൂളായിട്ട് നടന്നു പോകും എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന KP മോഹനെ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ശരിക്കും പഞ്ഞി കിട്ടു എന്ന് തന്നെ പറയാം. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ പ്രദേശത്ത് ചെറിയൊരു പ്രശ്നം, അവിടെ ഒരു ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. ആ ഡയാലിസിസ് സെൻ്ററുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു മാലിന്യ പ്രശ്നമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് അവിടെ മാലിന്യ സംസ്കരണം ഒന്നുമല്ല നടക്കുന്നത്. അതിനെതിരെ നിരവധി പരാതികളും മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ ആരും അത് ഗവനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തെ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒതുക്കത്തിൽ കൈ കെട്ടിയപ്പോൾ സ്ത്രീകൾ അടക്കമുള്ളവർ കൈവച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നോക്കുന്ന തരത്തിൽ തന്നെ അവർ കൈകാര്യം ചെയ്തു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ത്രിപുരയിലും ബംഗാളിലെയൊക്കെ വാർത്തകൾ ഇതുപോലെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലോട്ട് ഇതുപോലൊന്നും വരാത്തത് എന്നൊക്കെ അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ നടക്കുന്ന കാഴ്ച നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കാണുകയാണ്. സത്യത്തിൽ കണ്ണൂരിൽ ഇതുപോലെ ഒരു MLAക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നേരിട്ട് കയ്യേറ്റം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഏതെങ്കിലും അന്തംകമ്മി MLA ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അന്തംകമ്മി അല്ലെങ്കിലും ഫലത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. കാരണം ഇടതുപക്ഷത്തുള്ള ഒരു MLA തന്നെയാണ് ഈ KP മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിനെയാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ കയ്യേറ്റം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് MLA ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സൂചനയായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ബംഗാളിൽ കിട്ടിയ പോലെ, ത്രിപുരയിൽ കിട്ടിയതുപോലെ വലിയ താമസമില്ലാതെ കേരളത്തിലും കിട്ടും. കാരണം അത്രയും അഹങ്കാരത്തോടെ നടക്കുന്ന കുറേ കൂട്ടരാണ്. തങ്ങളെ ആരെങ്കിലും തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വ്യക്തിഹത്യ ചെയ്യുക, അവരെ ഉപദ്രവിക്കുന്ന തരത്തിലൊക്കെ ഉപദ്രവിക്കുക, സ്ത്രീകളെ കൊണ്ട് മോശമായിട്ട് പറയിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഒതുക്കത്തിൽ ഒരു അവസരം കിട്ടുന്നതിനോട്ട് അവർ നല്ല ചാമ്പും എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. സാധാരണ പ്രബുദ്ധ മലയാളികൾക്ക് പ്രതികരണശേഷി കുറവുള്ള ജനത എന്നാണ് പറയുന്നത്. ഇപ്പോൾ തമിഴന്മാരെ പോലും നമ്മൾ പറയുമ്പോൾ വലിയ വികാരപരമായി വൈകാരികമായിട്ട് പെരുമാറുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ആയിട്ടുള്ള ഒരു ആവശ്യം വരുമ്പോൾ അവർ അതിനിശ്ചിതമായ രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് തലേ ദിവസം വരെ, ഏതാനും മണിക്കൂർ മുമ്പ് വരെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടന്ന വിജയനെ പിന്നെ കണ്ടാൽ ചെരുപ്പിനടിക്കും എന്ന് പറയുന്ന സ്ത്രീകളെ നമ്മൾ അവിടെ കണ്ടതാണ്. അതായത് അവർക്ക് എതിരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ അതിരൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കും. പക്ഷേ കേരളത്തിൽ അത്തരം കാഴ്ചയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവിടെ നമ്മളെ വലിപ്പിച്ചുകൊണ്ട് ഇവന്മാർ പോവുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിലും ഇങ്ങനെ പഞ്ചപുച്ചമടക്കി അടിമത്ത മനോഭാവത്തോടെ നിൽക്കുന്നവരാണ് മലയാളികൾ, പ്രബുദ്ധൻ. ആ കൂട്ടരിലും കുറച്ച് പ്രതികരണശേഷികൾ ഉള്ളവർ, അതും കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഉണ്ടാവുന്നു. ഇതാ ഒരു MLA ആണ് എന്നൊരു ബഹുമാനം പോലും കൊടുക്കാതെ ഭാര്യയുടെ തലയ്ക്ക് ഏറിലേക്ക് വിടുന്നു എന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ജനാധിപത്യം നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സൂചന തന്നെയാണ്. കാരണം ഇടയ്ക്ക് നിങ്ങൾക്ക് വോട്ട് തരാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇതുപോലെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനും കൂടിയാണ് എന്ന് ഒരു ബോധ്യം ഇവറ്റകൾക്ക് ഉണ്ടായാലേ ചിലരുടെയെങ്കിലും ഒരു അഹങ്കാരം താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ശമിക്കൂ. എന്തായാലും ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല പ്രവണതയല്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഈ അഹിംസയുടെയും ശാന്തി വാഹകരൊന്നുമല്ല. ചിലരൊക്കെ ചിലപ്പോൾ നിയന്ത്രണം വിട്ട് പ്രതികരിച്ചിരിക്കും. ഇതിപ്പോൾ തല്ലുകൊണ്ടതും എല്ലാം ഒരു കൂട്ടരായതുകൊണ്ട് നമ്മൾ വെറും റഫറി, നിങ്ങളൊക്കെ ഗ്യാലറിയിൽ നിന്ന് ഈ കളി കാണുക, അത്രയേ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളൂ.